ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ പശുവിന് പുല്ല് കുറച്ചോണ്ടിരിക്കുമ്പോഴാ എന്നെ പ്രസവിച്ചത്. ഓഹോ, പ്രസവിച്ചത് എന്റെ അമ്മ അറിഞ്ഞില്ല. ഞാനുണ്ടല്ലോ പുല്ലിന്റെ ഇടയിൽ ഇങ്ങനെ നീണ്ടു കിടക്കുകയായിരുന്നു. മുടിക തള്ളായി കിളവി. പശുക്കളെല്ലാം എന്നെ കണ്ടു. ഞാന് ആ പുല്ലിന്റെ ഇടയിൽ കിടന്ന് എങ്ങനെ കരയുന്നെന്ന് ഈ നിൽക്കുന്ന ഇവൻ കരഞ്ഞതേ മാക്കാണ്, മാക്കാച്ചിയെ പോലെ. വാസ്തവത്തിൽ എന്നെ രക്ഷിച്ചതും പരിപാലിച്ചതും എല്ലാം പശുക്കളായിരുന്നു. ഇത് ശകുന്തളയുടെ കഥ പോലെ ഉണ്ടല്ലോ. ശാകുന്ത പക്ഷികൾ താലോലിക്കുന്ന കുഞ്ഞിനെ കണ്വ മഹർഷി കണ്ടു. അതുകൊണ്ട് ആ കുഞ്ഞിന് കണ്വൻ ശകുന്തള എന്ന് പേരിട്ടു. അല്ല, അങ്ങനെയാണെങ്കിൽ പശുക്കൾ താലോലിച്ച എന്റെ അമ്മയ്ക്ക് പശുന്തള എന്ന പേരിടണമായിരുന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് രാജു. നിനക്കെന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ശേഖറിന് യാമിനി അടുത്തുണ്ട്, ഞാൻ അവർ കൊടുക്കാം. ആ ശരി സർ. രാജു, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ശേഖരൻ സാറേ. രാജു, എന്റെയും പിറന്നാൾ ആശംസകൾ. താങ്ക് യു മാഡം. രാജു, വൈകിട്ടത്തെ പിറന്നാൾ ആഘോഷം ഇവിടെ. നീ വേണുവെട്ടിനെയും രാധമയും നമ്മുടെ കലാമണ്ഡലത്തിനെയും പ്രിയയും ജയനെയൊക്കെ കൂട്ടി ഇങ്ങോട്ട് വരണം. വൈകിട്ട് ഇവിടെയാ. ആ ശരി സർ. വൈകിട്ടത്തെ പിറന്നാൾ ആഘോഷം വർമ്മ സാറിന്റെ വീട്ടിലാണ്. എല്ലാവരും അങ്ങോട്ട് ചെല്ലണമെന്ന്. അടിപൊളി. മന്ത്രി എനിക്കൊന്ന് പേഴ്സണലായിട്ട് കാണണം. അതെന്താ, വിധവാ പെൻഷൻ കിട്ടുന്നില്ലേ? അതൊന്നുമല്ല, ഇത് ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ കാര്യം. ഇവരുടെ വർത്താനം കേട്ടുന്ന സമയം പോകുന്ന അറിയില്ല. നീ വാ അമൽദീപ് വാ. അമ്മ ഇതുവരെ ഒരുങ്ങിയില്ലല്ലോ. ഞാനതിന് ഒരുങ്ങണം. അപ്പോ അമ്മ വരുന്നില്ലേ? ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. ഈ ദേഷ്യം കളഞ്ഞൊന്ന് വാ അമ്മേ. ഇനി അങ്ങോട്ട് നിന്റെ ഒരു കാര്യത്തിലും എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ ഉണ്ടാവില്ല. അമ്മേ, നീ വിഷമിക്കാതെടാ. നമ്മൾ പോകുന്നത് അമ്പലത്തിലേക്കാ. നിന്നെ നൊന്തുവെച്ച അമ്മയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കും. അപ്പ മനസ്സ് മാറിക്കോളും.